നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജലത്തിൻ്റെ അമിത ഉപയോഗം നമ്മുടെ ഭാവി തലമുറയെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ ജലത്തിൻ്റെ അത്യാവശ്യകത. അതായത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടൊരു സാധനം തന്നെയാണ് ജലം. അതുപോലെ തന്നെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഏകദേശം 70% നമ്മൾ ജലത്തോടു കൂടിയാണ് ജനിക്കുന്നത്. അത് പിന്നെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയധികം പ്രാധാന്യമായ ജലത്തെയാണ് നമ്മൾ നിസ്സാരമായി കാണുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ജലം പാഴാക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ജലം ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവും അതുപോലുള്ള യാതൊരു മുൻകരുതലുകളും നമ്മൾ ഇന്നത്തെ കാലത്ത് എടുക്കുന്നില്ല. ഒന്നാമതായി അപ്പോൾ ജലത്തിൻ്റെ അത്യാവശ്യകത നമുക്ക് ഇനി വരും തലമുറയ്ക്കാണ് മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം അത്രത്തോളം അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണല്ലോ ഈ ജലം. അപ്പോൾ നമുക്കറിയാം ഇന്ന് ജലം നമ്മളെങ്ങനെയൊക്കെയാണ് ഈ പാഴാക്കളയുന്നത് എന്നതൊക്കെ. നമ്മുടെ കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 49 നദികളുണ്ട്. അതിലെല്ലാം തന്നെ ഇന്ന് വിഷജലമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ മുൻപിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഫാക്ടറീസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവയിൽ നിന്നും ഈ വിഷജലവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഈ നമ്മുടെ ഈ നദീതടങ്ങളിലേക്കൊക്കെയാണ് ഒഴുകിയെത്തുന്നത്. അത് പിന്നീട് ആ വിഷജലമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നമുക്കറിയാം, നമുക്ക് അങ്ങനെ തന്നെ കുറേ പുഴയൊക്കെ നശിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു പുഴ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പുഴയിലെ വെള്ളമെടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ധാരാളം കീടാണുക്കളും അത്രയും മാരകമായ ബാക്ടീരിയസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് വളരെ വലിയ അസുഖങ്ങൾ വരുത്തുന്ന ബാക്ടീരിയാസും വൈറസും ഒക്കെ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വിശ്വസിച്ച് ഒരു നദിയിലിറങ്ങി കുളിക്കുകയോ അതായത് നദിയിലിറങ്ങി വെള്ളം കുടിക്കുകയോ ചെയ്താൽ വലിയ വലിയ അസുഖങ്ങളിലേക്കും അവയിലൊക്കെ നയിക്കുന്നതാണ്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല അരുവികളും നല്ല തോടുകളും പുഴകളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അതെന്ന് പറയുമ്പോൾ യാതൊരു വിഷാംശമോ അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും തന്നെ കുടിക്കാനും അതുപോലെ തന്നെ ഉപയോഗിക്കാനും പറ്റുന്നവയായിരുന്നു. പക്ഷെ ഇന്ന് തികച്ചും മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇന്ന് അങ്ങനെയുള്ള വെള്ളമൊന്നും തീരെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം ഇന്ന് ഗംഗയുടെ അവസ്ഥയൊക്കെ. അതായത് ലോകത്തെ ഏറ്റവും വിഷമുള്ള നദിയായി കഴിഞ്ഞിരിക്കുന്ന ഈ ഗംഗ. ഇതിന് കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. കാരണം നമ്മൾ അലക്ഷ്യമായ ഈ ജലാംശത്തിൽ കൊണ്ട് ഈ വിഷജലം ഒഴുക്കുകയും ഈ വേസ്റ്റുകൾ അലക്ഷ്യമായി ഇടുകയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് എന്തായാലും നമുക്ക് തിരിച്ചടി വരിക തന്നെ ആണ് ചെയ്യുക. അപ്പോൾ ഈ നമ്മൾ വെള്ളത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിന് മാത്രമാണോ പ്രശ്നം? ഒരിക്കലുമല്ല. അത് ഈ ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്കും വളരെയേറെ ബാധിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ പറയുകയാണെങ്കിൽ നദിയിൽ തന്നെ എത്ര ജീവികളാണ് ഉള്ളത്. അപ്പോൾ അവയൊക്കെ ഈ വിഷജലം കാരണം എത്രയൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗംഗാ നദിയിൽ കാണുന്ന ഒരു പ്രത്യേകതരം ഡോൾഫിൻ ഉണ്ട്. അപ്പോൾ ഗംഗാ ഡോൾഫിൻ അവ വംശനാശത്തിൻ്റെ വക്കിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. എന്ന് വെച്ചാൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമ്മുടെ ഈ ജലം ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളതൊക്കെ ആലോചിച്ച് വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ കുറേ പേര് ചോദിക്കും, ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ജലം തന്നെയല്ലേ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ള ജലത്തിന് 97% അതായത് ഈ കടൽ വെള്ളമാണ്, അതായത് ഉപ്പ് വെള്ളം. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തവയാണ്. പിന്നെ ഇന്നത്തെ ടെക്നോളജി വെച്ച് നമുക്കത് ഫിൽട്ടർ ചെയ്തൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ശുദ്ധജലം എത്രയാണെന്ന് ചോദിച്ചാൽ ഏകദേശം 2.5 മുതൽ 3% വരെയാണ് ഇന്നത്തെ നമ്മുടെ ശുദ്ധജലം. അതിൽ തന്നെ ഈ മഞ്ഞുപാളികളിലും അവയൊക്കെ ആയി തന്നെ കുറേ ശതമാനം ജലം ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം കുറച്ച് ശതമാനം ശുദ്ധജലം മാത്രമേ നമ്മുടെ ഭൂമിയിൽ നിന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് നമ്മുടെ ഭാവിയിൽ ഉണ്ടാവുക. പിന്നീട് ടെക്നോളജിയും ഈ ജലവും തമ്മിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കും ടെക്നോളജിയും ജലവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്. പക്ഷെങ്കിൽ ഇന്ന് നമുക്കറിയാം വലിയ LLM മോഡലൊക്കെയാണ്.
അപ്പോൾ അവയൊക്കെ ഉപയോഗിക്കാൻ ഈ ധാരാളം ഈ കൂളിംഗ് സിസ്റ്റത്തിനൊക്കെ വലിയ ആവശ്യകത അവിടെ ഉണ്ട്. കാരണം നമ്മൾ ഈ പ്രൊസസ്സറൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് വർക്കാവുന്നത്. അപ്പോൾ നമുക്കറിയാം കോടിക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന സെർവേഴ്സാണ് ഓരോ കമ്പനിക്കുമുള്ളത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ടാസ്ക് തന്നെയാണ്. അതായത് അത് അത്രത്തോളം ചൂടാവുകയും അത് വർക്കാവുമ്പോൾ അത്രത്തോളം ചൂടാവുകയും അത് ആ സമയം അനുസരിച്ച് നമ്മൾ തണുപ്പിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ജലം അവിടെയും ആവശ്യമുണ്ട്. ഏകദേശം ഇപ്പം നമ്മൾ 1 മിനിറ്റ് നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു ChatGPTയോട് സംസാരിക്കുകയാണെങ്കിൽ ഏകദേശം 500 ലിറ്റർ വെള്ളം വേണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിങ്ങനെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ എത്ര കോടി ജനങ്ങൾ എത്ര സമയത്തോളമാണ് നമ്മുടെ ഈ ChatGPT, അതുപോലെ ക്ലൗഡ്, അതുപോലെയുള്ള ഈ വലിയ ലാംഗ്വേജ് മോഡലിനോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ എത്രത്തോളം ശുദ്ധജലത്തിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കൂളിംഗ് സിസ്റ്റത്തിന് ശുദ്ധജലം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതും സത്യാവസ്ഥ തന്നെയാണ്. അതായത് ഉപ്പുവെള്ളം ഉപയോഗിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ വിദ്യാർത്ഥികളും കുട്ടികളുമൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ജലം എന്ന് പറയുമ്പോൾ അമൂല്യമായ സാധനം തന്നെയാണ്. അതൊരിക്കലും പാഴാക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ അതിൻ്റെ അത്യാവശ്യകത നമ്മളെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ എന്തെങ്കിലും ടാപ്പോ അതൊക്കെ തുറന്ന് കിടക്കുന്നത് കണ്ടാൽ അത് നമ്മൾ അടയ്ക്കണം. അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം ഈ ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാം, അതുപോലെയുള്ള പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ജലമില്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നത്. നന്ദി.